അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി തആല വബറകാതുഹു. കൂട്ടുകാരെ, ഞാൻ നിങ്ങളുടെ മുമ്പിൽ എന്ന് പറയാൻ വിചാരിക്കുന്നത് ഇസ്ലാമിക ചരിത്രത്തിലെ ധീരപ്പടന്മാരിൽ ഒരാളുടെ ചരിത്രം പറഞ്ഞു തരാനാണ്. അതാരാണെന്ന് അറിയണ്ടേ? നിങ്ങളെല്ലാവരും ശ്രദ്ധയോടെ കേൾക്കുമല്ലോ. മക്കയിൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തന്റെ മതം പ്രചരിപ്പിച്ചു കൊണ്ടിരിക്കുകയാണ്. ഇതൊന്നും സഹിക്കവയ്യാതെ മക്ക മുസ്ലിങ്ങൾ ഓരോ ദിവസവും നബിസാനങ്ങളെയും അനുയായികളെയും ഉപദ്രവിച്ചു കൊണ്ടേയിരുന്നു. അങ്ങനെ ഒരിക്കൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം സഫാ പർവ്വതത്തിനരികിലൂടെ നടന്നു പോവുകയായിരുന്നു. അതുവഴി അബൂജഹലും വന്നു. സത്തങ്ങളെ തടഞ്ഞു നിർത്തി കണക്കറ്റം ശകാരിച്ചു. പാവം നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പുറത്തൊന്നും പറയാതെ നടന്നുപോയി. ആളുകളിൽ ചിലർ ഈ രംഗം കാണുന്നുണ്ടായിരുന്നു. ഒരു മനുഷ്യനെ എങ്ങനെ ഉപദ്രവിക്കുന്നതിൽ ആ കൂട്ടത്തിലുണ്ടായിരുന്ന അബ്ദുള്ള ജദാൻ സദാപം തോന്നി. പക്ഷെ എന്ത് ചെയ്യാനാ? അബൂജഹൽ ഒരു പോക്കിരിയാണ്. അയാൾ തർക്കിക്കാൻ ആർക്ക് സാധിക്കും? അങ്ങനെ ഒന്നും ചെയ്യാനാവാതെ അബ്ദുള്ള ജദാൻ വീട്ടിലേക്ക് തിരിച്ചു. വഴിയിലൂടെ ആര് വരുന്നുണ്ടല്ലോ? അബ്ദുള്ള ജദാൻ ശ്രദ്ധിച്ചു നോക്കി. അതാ കഥാനായകൻ ഹംസയല്ലേ വരുന്നത്. ഷിക്കാറ് കഴിഞ്ഞാലും മടക്കുമെന്ന് തോന്നുന്നു. അമ്പും വില്ലും കയ്യിൽ തന്നെയുണ്ട്. ഹംസ തങ്ങളുടെ മരിച്ചുപോയ പിതാവിന്റെ സഹോദരപുത്രൻ ഹംസ. അബൂജഹലിനോട് മല്ലിടാൻ പറഞ്ഞു മുതൽ അബ്ദുള്ള ജദാൻ പെട്ടെന്നൊരാശയം തോന്നി. സഫക്കിടെത്തിച്ച് താൻ കണ്ട കാര്യം ഹംസയെ കേൾപ്പിച്ചാൽ എങ്ങനെയിരിക്കും? അയാൾ ഹംസ വിളിച്ചു. ഹംസ, ഒന്ന് നിക്ക്. എന്ത് വേണം? നീ അറിഞ്ഞില്ലേ, നിന്റെ സഹോദരപുത്രൻ മുഹമ്മദിനെ ആക്ഷേപിച്ചിരിക്കുന്നു. കോരിത്തരിച്ചുകൊണ്ട് ഹംസ ചോദിച്ചു, എന്റെ മുഹമ്മദിനെ തറക്കാൻ ആർക്ക് ധൈര്യം? പതുങ്ങിയ സ്വരത്തിൽ അബ്ദുള്ള ജദാൻ പറഞ്ഞു, നിന്റെ മുഹമ്മദിന്റെ ശത്രു അബൂജഹൽ. കേട്ടപാട് ഹംസ രോഷാകുലിനെ അബൂജഹലിനെയും തിരിഞ്ഞ് മസ്ജിദുൽ ഹറമിലേക്ക് നടന്നു. പ്രതീക്ഷിച്ച പോലെ അബൂജഹൽ അവിടെ തന്നെ ഉണ്ടായിരുന്നു. തന്റെ ധീര ശൂരപരാക്രമങ്ങൾ ചങ്ങാതിമാരെ പറഞ്ഞു കേൾപ്പിക്കുന്ന അയാൾ. ഷിക്കാർ കഴിഞ്ഞ് മടങ്ങുന്ന ഹംസക്ക് അബൂജഹൽ പുത്തരിയായി കിട്ടോ. അബൂജഹലിനെ കണ്ടപോടെ അയാളുടെ യഥാർത്ഥ പേര് ആർത്തൊഴിച്ചു. അബൂജഹൽ ഒന്ന് നെട്ടി മുഖോട്ട് നോക്കി. കൊത്തി ചുളുക്കുന്ന കണ്ണോടുകൂടി ഗർജിക്കുന്ന സിംഹത്തെ പോലെ പറഞ്ഞു, നീ എന്റെ സഹോദരപുത്രൻ മുഹമ്മദിനെ എപ്പോഴും പറഞ്ഞു അല്ലേ? ആവനായിൽ നിന്ന് അമ്പ് വലിച്ചൂരി അബൂജഹലിന്റെ തല കൊരട്ടി കൊടുത്തു പറഞ്ഞു, എങ്കിൽ കേട്ടോളൂ, എന്റെ മുഹമ്മദിന്റെ മതത്തിൽ ഞാനും വിശ്വസിച്ചിരിക്കുന്നു. അബൂജഹലിന്റെ പ്രഖ്യാപനം ആരും പ്രതീക്ഷിച്ചിരുന്നില്ല. അബൂജഹലിനെ അടിച്ചതിന് പകരം വീട്ടാൻ ചില ശ്രമിച്ചെങ്കിലും അബൂജഹൽ അവർ തടഞ്ഞെടുത്ത് കണ്ടു പറഞ്ഞു. തന്റെ മുഹമ്മദിനെ ഉപദ്രവിച്ചുള്ള കോപം കാരണമാണ് ഹംസ ഇങ്ങനെ പറഞ്ഞത്. കോപം മാറുമ്പോൾ നമ്മുടെ മതത്തിൽ തന്നെ വരും. പക്ഷെ അപ്പോഴത്തേക്കും ഹംസ റളിയല്ലാഹു ഇസ്ലാം സ്വീകരിച്ചു. ധീരനായ ഇസ്ലാം സ്വീകരണം നിസാനങ്ങളെയും അനുയായികളെയും ഏറെ ആഹ്ലാദിച്ചു. കൂട്ടുകാരെ, ഇതാണ് ഞാൻ പറഞ്ഞ ഹംസ റളിയല്ലാഹുവിന്റെ ചരിത്രം. ഇത് എനിക്ക് കിട്ടിയത് സീറത്ത് ബിൻ ഹിശാമിൽ നിന്നാണ്. ഇതേപോലെ നമുക്കും ആവാനുള്ള തൗഫീഖ് നൽകട്ടെ. അസ്സലാമു അലൈക്കും. ചെസ് നമ്പർ 410.